ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇത് പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എന്ത് പുട്ടാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് നമ്മൾ കപ്പയും കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടാണ് കേട്ടോ. കപ്പ പറയും, പൂള പറയും, പൂള എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതും കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കണ ഇതാണ് ഈ 3 പൂളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കപ്പ 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വൃത്തിയായി കഴുകിയെടുത്തേക്കണ്, ചെറിയ പീസായിട്ട് എടുത്തേക്കണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ചിരണ്ടണ ഇതുണ്ടല്ലോ, ഈ കട്ടിങ് ബോർഡുമാരുള്ളതിൽ നമുക്ക് ചിരണ്ടി എടുക്കണം കേട്ടോ. അത് ചെറിയ അങ്ങനെ ഇതായിട്ട് നമ്മൾ ഇതിലിങ്ങനെ ചെറുതാക്കി എടുക്കണം. ഇതേപോലെ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ പിന്നെ അത് വിടാൻ തോന്നൂല കേട്ടോ. എപ്പോഴും നമുക്ക് പൂളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ ഇതണ്ടില്ല, ഇതേപോലെയാണ് നമ്മൾ എല്ലാം റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ എല്ലാ പൂളയും ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. കഴിഞ്ഞു ചെയ്ത് ഒക്കെ ചെറുതാക്കി ചെറിയ പിശ് നല്ല അടിപൊളിയായിട്ടൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൽ കുറച്ച് കട്ടുമാരുണ്ടാവും, നീര് കുറവാണ്. ചില പൂളയിൽ നല്ല നീരുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് നീരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളത് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. നല്ല മുറുക്കി പിഴിഞ്ഞ് എടുക്കണം. അത് ആ കട്ടൊക്കെ പോകും കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുത്തു. പക്ഷേ ഇതിൽ ഇത്രയേ ഉള്ളൂ, ഇതിലധികം നീരില്ല, ചെറുതായിട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാതും അങ്ങനെ നല്ല പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ പിഴിഞ്ഞ് വെച്ച പൂള കപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് ഇനിയൊക്കെ നല്ല ഉടച്ച് പൊടിയാക്കി എടുക്കണം. ഒന്നിങ്ങനെ ആ കട്ട പിടിച്ച് ഇരിക്കണത് നമ്മളതൊന്ന് ശരിയാക്കി എടുത്തു കേട്ടോ. ഇനി ഇതിക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ആ ചിരണ്ടി വെച്ച പൂളയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കണം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിനി തേങ്ങ ചിരണ്ടി എടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുക്കുന്നത്. ഒരു മുറി തേങ്ങ പോരാ കേട്ടോ, ഒരു മുറി ഞാൻ എടുക്കുകയാണ്. പിന്നെ കുറച്ചും കൂടി ലാസ്റ്റ് എടുക്കേണ്ടി വന്നു. പിന്നെ കുറച്ചും കൂടി തേങ്ങ എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ പുട്ടും കുറ്റി. പിന്നെ കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നതാണ് പുട്ടും കുറ്റി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് ആ കുക്കറിൻ്റെ മുകളിൽ വിസിലെടുത്തിട്ട് വിസിൽ വെക്കണ അവിടെ ഈ കുറ്റി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ആവി കയറും കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് ഇനി ഈ പൂളൻ്റെ ഒരു പൊടി വാരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പൊടി വാരി ഇതിലിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. 3 കഷ്ണമായിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് ഇടയിൽ നമ്മൾ പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കണമല്ലോ. എന്ന പോലെ അതൊരു പഴഞ്ചൊല്ലല്ലേ പുട്ടിന് തേങ്ങ ഇടണ മാതിരിന്ന്. അപ്പോൾ പുട്ടിന് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കിത് കുക്കറിന്മേ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഇനി ആ ഒരു മൂടി ഉണ്ട് കേട്ടോ. ആ മൂടി വെച്ച് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം പിടിച്ചിട്ട് ഗ്യാസ് കത്തിച്ച് ഗ്യാസ്മേ വെച്ച് കൊടുത്തേക്കണ്. ഇനി വിസിലിൻ്റെ നമ്മൾ ഊരി എടുത്തേക്കണ്, അതിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് പുട്ടാവും കേട്ടോ. പെട്ടെന്ന് ആവി കയറും, പെട്ടെന്ന് പുട്ടാകും. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പുട്ട് നല്ല ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പുട്ട് നല്ല ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി അത് മുകളിലൊന്നൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കറക്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാനൊക്കെ നല്ല രസമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കുത്തിയെടുക്കാം. പക്ഷേ അതിൻ്റെ മുമ്പേ ഞാനൊരു കുറ്റി പുട്ട് കുത്തി വെച്ചിരുന്നു കേട്ടോ. ഇത് എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ പോകേണ്ടതായതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ എല്ലാ പുട്ടും റെഡിയായി. നമ്മളൊരു 3.5 കുറ്റി പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. 3 പൂളയും കൊണ്ട് 3.5 കുറ്റി പുട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളെ പുട്ടിൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കണം. കപ്പ കിട്ടുമ്പോൾ, പൂളക്കിഴങ്ങ് കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.